പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് തുടക്കമിട്ട് വാഴകൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. എരമം പുല്ലൂർ മുച്ചിലോട് പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കത്തിലാണ്. 2027 ജനുവരിയിലാണ് ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുക. ഇതിന്റെ ഭാഗമായി പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് തുടക്കമിട്ട് വാഴകൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ എരമം പുല്ലൂർ മുച്ചിലോട്ട് 17 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ആദ്യമായിട്ടുള്ളൊരു ചടങ്ങ് എന്നുള്ള നിലയിൽ നമ്മളിവിടെ ജൈവ വാഴകൃഷി ഇവിടെ നടീൽ ഉത്സവമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തും നമ്മുടെ കൃഷിഭവനും മുച്ചിലോട്ട് സമിതിയും ചേർന്ന് നടത്തുന്ന ഈ ജൈവ കൃഷി നടീൽ ഉത്സവത്തിന് ആദ്യം തന്നെ എല്ലാവിധ ആശംസയോടെ നേരുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇങ്ങനെയൊരു ജൈവ കൃഷി എന്ന് പറയുമ്പോൾ ഇത്രയും ആളുകൾ കൂടി നമ്മളിങ്ങനെ ഒരു കൃഷി സംഘടിപ്പിക്കുമ്പോൾ അത് ഈ നാട്ടിൻ്റെ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ ഉത്സവത്തിന് മുന്നോടിയായി ഈ ഒരു കൂട്ടായ്മയോടുകൂടി ആരംഭിക്കുന്ന കൃഷി തുടർന്നും നമുക്ക് എല്ലാ പരിപാടികൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ മുച്ചിലോട്ടേക്ക് വേണ്ടി നമ്മൾ നടുന്ന വാഴകൃഷി മുച്ചിലോട്ടിൻ്റെ പരിപാടികൾ കൃഷി ഓഫീസർ പി രേഷ്മ, ക്ഷേത്രം സ്ഥാനികരായ നാരായണൻ കോമരം, പപ്പൻ കോമരം, സുധാകരൻ കോമരം എന്നിവരും കൃഷി അസിസ്റ്റന്റ് ടി തമ്പാൻ, ടി കെ രാജൻ, ടി വി തമ്പാൻ, ഷൈനി ബാലൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായി. പെരുങ്കളിയാട്ട കമ്മിറ്റി ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിഭവ സമാഹരണ കൺവീനർ കെ പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. 17 സംവത്സരങ്ങൾക്ക് ശേഷം 2027 ജനുവരി 8, 9, 10, 11 തീയതികളിലാണ് എരമം പുല്ലൂർ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടക്കുക. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.